കണ്ടുപിടിച്ചത് മാർക്കോണിയാണെന്നാണ് നമ്മൾ പഠിച്ച ചരിത്രം. പക്ഷേ ചിലപ്പോഴൊക്കെ ചില തിരുത്തലുകൾ ചരിത്രം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇത് നിക്കോളോ ടെസ്ല. ഇദ്ദേഹം ക്രൊയേഷ്യയിൽ ജനിച്ച് അമേരിക്കയിൽ കുടിയേറിയ ശാസ്ത്രജ്ഞനാണ്. 1892 റേഡിയോ എന്ന ആശയം അദ്ദേഹം ആവിഷ്കരിച്ചിരുന്നു. ലോകമെങ്ങും റേഡിയോ വഴി ആശയവിനിമയം എത്തിക്കുക എന്ന പരീക്ഷണത്തിൽ വിജയിക്കാനായില്ലെങ്കിലും തന്റെ ഗവേഷണങ്ങളിൽ അദ്ദേഹം ഏറെ മുമ്പോട്ടു പോയിരുന്നു. വാസ്തവത്തിൽ 1892 ടെസ്ല വികസിപ്പിച്ചെടുത്ത ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് 5 വർഷത്തിനു ശേഷം മാർക്കോണി റേഡിയോ തരംഗങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വയർലെസ് ടെലിഗ്രാഫി വികസിപ്പിച്ച് അതിന് പേറ്റന്റ് നേടിയത്. ഈ കണ്ടുപിടുത്തത്തിൽ നോബൽ സമ്മാനവും മാർക്കോണിയെ തേടിയെത്തി. കച്ചവട ചിന്താഗതി ഒട്ടുമില്ലാതിരുന്ന ടെസ്ല തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ദാരിദ്ര്യത്തിലായിരുന്നു ജീവിച്ചു തീർത്തത്. റേഡിയോയുടെ പിതാവ് മാർക്കോണിയല്ല ടെസ്ലയാണ് എന്ന വാദത്തിന് പിന്നീട് ശക്തി കൂടി. 1943 അമേരിക്കയിലെ സുപ്രീം കോടതിയും ആ വിധി ശരിവച്ചു. മറ്റെല്ലാവരുടെയും പേറ്റന്റുകൾ റദ്ദാക്കിയ സുപ്രീം കോടതി ടെസ്ലയ്ക്ക് റേഡിയോയുടെ പേറ്റന്റ് നൽകുകയും ചെയ്തു. എന്നാൽ ആ വിധി വരുന്നതിന് 8 മാസങ്ങൾക്ക് മുമ്പേ നിക്കോളാസ് ടെസ്ല ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. ആർക്കും നിഷേധിക്കാനാകാത്ത ഒരു സത്യം ബാക്കി വെച്ചാണ് ടെസ്ല പോയത്. സത്യങ്ങൾ എപ്പോഴും അങ്ങനെയാണ്. ചാരം മൂടിയ കനൽ പോലെ ഒരിക്കൽ അത് തെളിമയോടെ ആളിപ്പടരുക തന്നെ ചെയ്യും. സത്യം വദ ധർമ്മം ചര. ശുഭദിനം.